ഗൈസ്, ഒരു എറണംകെട്ട ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് തൊടുന്നത് മൊത്തം കുരുവാണ് കേട്ടോ. ഒരു വരാലിന്റെ ആക്ടിവിറ്റി കണ്ട് ആ ഒരു ഏരിയയിലേക്ക് കാസ്റ്റ് ചെയ്തപ്പോ നമ്മുടെ ബ്രൈഡ് കയറി ഒരു മരത്തിന്റെ മണ്ടയിലേക്ക് ഒരു ഒറ്റ കുരുങ്ങൽ. കുടുങ്ങിയ ഫ്രോഗിനെ എങ്ങനെയെങ്കിലും വലിച്ച് തിരിച്ചെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇതിന്റെ തൊട്ടടിയിൽ കൂടി ഒരാള് പോകുന്നത് നമ്മുടെ ശ്രദ്ധയിലേ പെട്ടിട്ടില്ലായിരുന്നു. കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം മരത്തിൽ നിന്നും ഫ്രോഗ് താഴേക്ക് വീണപ്പോ ഒരാള് ചാടി വീണ ഒരു ഒറ്റപ്പിടി. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു നോക്കുമ്പോ സംഗതി ഒരു സൈസ് നീർക്കോലിയാണ്. ആശാൻ നമ്മുടെ ഫ്രോഗിനെ കണ്ടിട്ട് സത്യത്തിലെ തവളയാണെന്ന് കരുതി കൊതിമൂത്ത് ചാടി വീണ് പിടിച്ചിരിക്കുവാണ്. ഇവന്റെ അഹങ്കാരത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഫ്രോഗിന്റെ ഹുക്ക് ഇവന്റെ വായിൽ തളച്ചിട്ടില്ല. സംഭവം റബ്ബർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും ആശാൻ ഇതിൽ നിന്നും പിടിവിടാതെ കടിച്ചു തൂങ്ങി കിടക്കുവാണ്. അവസാനം നമ്മുടെ ഷാനവാസ് ബ്രോ വന്ന് ആശാനെ പൊക്കിയെടുത്ത് 5-6 ആട്ടം ആട്ടിയപ്പോ ആശാൻ നൈസിന് അങ്ങ് പിടിവിട്ടു കേട്ടോ. പിടിവിട്ടിട്ട് ആശാൻ വെള്ളത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോ നല്ലൊരു കുഴി. പിന്നെ ഒന്നും നോക്കിയില്ല, യശോദയെന്ന് വിളിച്ചോണ്ട് മൂക്ക് പൊത്തിക്കൊണ്ട ഒരു ഒറ്റ ചാട്ടം. എന്തായാലും ഇത് കഴിഞ്ഞ് ഇതിനടുത്തുള്ള അടുത്ത ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോയപ്പോ സംഗതിക്ക് ഒരു മാറ്റമില്ല കേട്ടോ. പൊന്തക്കാട്ടിനുള്ളിലേക്ക് ഫ്രോഗ് എറിഞ്ഞ് തിരിച്ചു വലിക്കും വഴി ടപ്പെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റയടി. നോക്കുമ്പോഴതാ അത്യാവശ്യം സൈസുള്ള ഒരു വിയറ്റ്നാമീസ് വരാലാണ് നമ്മുടെ ഫ്രോഗിൽ അടിച്ചു കയറിയിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസത്തിന്റെ പവർ ആയിരിക്കും വരാലിനെ ചൂണ്ടയിൽ നിന്നും എടുക്കാൻ നോക്കുമ്പോ അത് ചാടി തറയിൽ വീണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയ ഒരു ഒറ്റ പോക്ക്. എന്തായാലും എല്ലാം കൊണ്ട് ഇന്ന് നമ്മൾ വളരെയേറെ ഹാപ്പിയാണ് കേട്ടോ.